വരുവാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നലെ ചെയ്തതുപോലെ ഒറ്റ വീഡിയോക്കകത്ത് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പഴയതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കുന്നില്ല, പഠിക്കാമെന്ന് വെച്ചത് പ്രാക്ടിക്കലല്ല. ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു 8 ക്വസ്റ്റ്യൻസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. സിസ്റ്റം നോക്കിയാൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആസ് കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സ്ട്രാറ്റജിക് ഫ്രെയിം വർക്ക്, സ്ട്രാറ്റജി, ലോവൽ കോൺടെക്സ്റ്റ്, എക്സ്റ്റേണൽ അനാലിസിസ്, കോമ്പറ്റീറ്റീവ് അനാലിസിസ്, ഇന്റേണൽ അനാലിസിസ്, ബിസിനസ് ലെവൽ സ്ട്രാറ്റജി, കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി, കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി, അങ്ങനെ ഉണ്ട്. ഓക്കെ, നോക്കാം. ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു 8 ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ആദ്യം എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു പോകുന്നു. കാര്യം സ്ട്രാറ്റജിയുടെ ലെവലും ടൈപ്പും സ്റ്റേജും 3 ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കാം. അതിപ്പോൾ എന്താണ് സ്ട്രാറ്റജി എന്ന് നോക്കുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു ലോങ് ടേം ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്ലാനിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ആക്ച്വലൈസ് ചെയ്യാൻ പറ്റുന്ന ലോങ് ടേം ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്ലാനിനെയാണ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞ പ്ലാൻ തന്നെയാണ്, പക്ഷെ എന്താണ്, എങ്ങനെ ഈ പ്ലാൻ അച്ചീവ് ചെയ്യണമെന്നുള്ള പാത്ത് സഹിതം അതിനകത്ത് ഡിഫൈൻഡ് ആയിരിക്കും. അത് വെറുതെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യല്ല, നമ്മുടെ കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒബ്ജക്റ്റീവിലേക്ക് എന്തൊക്കെ കടന്നു പോകണം, ആരൊക്കെ ഇടപെടണമെന്നുള്ള കൃത്യം വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു പാത്ത് കാണിക്കുന്നതാണ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നു സ്ട്രാറ്റജീസ് യൂണിഫൈഡ്, കോംപ്രിഹെൻസീവ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്ലാൻ ദാറ്റ് റിലേറ്റ്സ് ദ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഓഫ് ഓർഗനൈസേഷൻ ടു ദ ചലഞ്ചസ് ഓഫ് ദ എൻവയൺമെൻറ്റ് and is designed to ensure the basic objectives of enterprise achieved through proper implementation process. അതാണ് ഹൈലൈറ്റ്. പ്രോപ്പറായിട്ട് ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സ്ട്രാറ്റജിയുടെ ലെവൽസ്, ടൈപ്പ്, സ്റ്റേജ്. 3 കാര്യങ്ങൾ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. നോക്കാം. ലെവൽസ് ഓഫ് സ്ട്രാറ്റജി ചോദിച്ചാൽ ഏതൊക്കെ പറയാം? കോർപ്പറേറ്റ് ലെവലുണ്ട്, ബിസിനസ് ലെവലുണ്ട്, ഫങ്ഷൻ ലെവലുണ്ട്. മാനേജ്മെൻറ്റ് നമ്മൾ പറയും പോലെ തന്നെ ഒരു ടോപ്പ് ലെവല്, മിഡിൽ ലെവൽ, ബോട്ടം ലെവൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിയും ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയും ഫങ്ഷൻ ലെവൽ സ്ട്രാറ്റജിയും. നോക്കുക, ഈ പറഞ്ഞ 3 ലെവൽ ഓഫ് മാനേജ്മെൻറ്റിന് എന്തുണ്ടാവും? ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാനുള്ള ആക്ഷൻ പ്ലാനിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അവരുടെ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന സ്ട്രാറ്റജീസാണത്. എന്താണ്? ഹോൾ ബിസിനസ്സിനെ ബാധിക്കുന്ന സ്ട്രാറ്റജി ആയിരിക്കും. ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാലോ, നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് ദ ബിസിനസ്, നമ്മുടെ കമ്പനി നടത്തുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് ബിസിനസ്, അവിടുത്തെ ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും? ഫോർ എക്സാമ്പിൾ, ITC എന്ന് പറയുന്ന കമ്പനിക്ക് അത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഓക്കെ, ITCക്ക് ഇപ്പം നമ്മളെ പറയുന്നത് വിൽസൺ എന്ന് പറഞ്ഞ സിഗരറ്റ് എല്ലാം ITCയുടെയാണ്. പക്ഷേ അല്ലാതെ ആശീർവാദ്, വിവൽ, ക്ലാസ്മേറ്റ് എന്നൊക്കെ പറഞ്ഞ ഓരോ ബിസിനസ്സുകളാണ്. അപ്പോൾ കോർപ്പറേറ്റ് ലെവൽ നോക്കുമ്പോൾ ITCക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, അവർക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കും. ഇത്ര രൂപ നമ്മൾ ചിലവാക്കണം, ഇന്ന ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ചെയ്യുക, അവർക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവും. പക്ഷേ ഓരോ ഇൻഡിവിജ്വൽ ബിസിനസ്സിൽ നോക്കുമ്പോഴെന്നുണ്ടാവും അവർക്ക് വേറെ വേറെ പ്ലാനുകളുണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ബിസിനസ്സിൽ അവരെടുക്കുന്ന അപ്രോച്ചിനാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന്, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ആ ഒരു ബിസിനസ്സിൻ്റെ ആക്ഷൻ പ്ലാനാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻ ലെവൽ സ്ട്രാറ്റജി പേര് പറയുന്ന പോലെ തന്നെ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പം എന്താ പറയുക, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ ഫങ്ഷണൽ ലെവലുകളും ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്ട്രാറ്റജിയാണ് ഫങ്ഷണൽ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 സ്ട്രാറ്റജി: കോർപ്പറേറ്റ്, ദ ബിസിനസ് ആസ് എ ഹോൾ, ബിസിനസ് ലെവൽ ഓരോ ഇൻഡിവിജ്വൽ ടൈപ്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ, ഫങ്ഷൻ ലെവൽ ഓരോ ഇൻഡിവിജ്വൽ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ. ഓക്കെ, അതാണ് വ്യത്യാസം, ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. ഇവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് SBU ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ പ്ലാൻ കൊടുക്കാൻ മാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി എടുക്കാം. ഓക്കെ, അവർക്ക് ഒരു മേജർ പ്രൊഡക്റ്റാണ് അവരുടെ ബുക്സ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ഒരു പേന വിൽക്കുന്നുണ്ടെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പേന ഉണ്ടാക്കുന്നത് വെറുതെ ഒരു കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ ബുക്കാണ് അവരുടെ മെയിൻ ബിസിനസ്. അപ്പോൾ അവർ ബുക്കിന് കൊടുക്കുന്ന അത്രയും കോൺസെൻട്രേഷൻ ഒന്നും പേനയ്ക്ക് കൊടുക്കണമെന്നില്ല. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ ഉറപ്പല്ല, ഒരു പക്ഷേ ഈ ബുക്കെന്ന് പറയുന്നത് മാത്രമായിരിക്കും അവരുടെ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്. പേന മാനുഫാക്ചറിങ് അതിന് വലിയ ഇമ്പോർട്ടൻസ്, വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല, മനസ്സിലായില്ല. അപ്പോൾ അവർ ചെയ്യുന്ന ബിസിനസ് എന്നും പറഞ്ഞാൽ അത് എന്താവണമെന്നില്ല, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ആവണമെന്നില്ല. ബട്ട് നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അത്ര ചെറുതായിക്കൊന്നും പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മാത്രം ഒരു റെലവൻസ് അതിനുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് വിളിക്കാം.
ഇത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷേ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ ഇതൊന്നും പറയുന്നതേ ഉള്ളൂ. ഇവർ പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് ചെയ്താൻ പറ്റുന്ന ഒരു കണക്ഷനാണ് കൊടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ വേണമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു, നമ്മൾ ഇൻറ്റൻറ്റ് എഴുതുന്നു. ഓക്കെ, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നു, പിന്നെ നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ചൂസ് ചെയ്യുന്നു ഓരോന്നിനും എന്ത് സ്ട്രാറ്റജി വേണമെന്ന് ചൂസ് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, വാല്യുവേറ്റ് ചെയ്യുന്നു. സാധാരണ ഒരു പ്രൊസീജിയർ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഈ സ്ട്രാറ്റജി ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ സാധനം. അതായത് നമ്മുടെ ബിസിനസ്സിന് എന്തൊക്കെയാണ് എൻ്റെ ഒബ്ജക്റ്റീവ്, ഏതൊക്കെ വഴി കൂടെ പോവാം, അറ്റ് ലാസ്റ്റ് അത് നമ്മളൊരു ലോങ് ടേമിൽ പ്രവർത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബിസിനസ് എവിടെയാണ് ചെന്ന് എത്തേണ്ടത് എന്നുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ITC എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു കമ്പനി ആയതുകൊണ്ടാണ് ITC അവരുടെ ഒരു ഫോർമേഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവരൊരു ലോങ് ടേം ഗോൾ വെച്ചിട്ടുണ്ട്. ഒരു സാധാരണ ഒരു ടൊബാക്കോ കമ്പനിയിൽ നിന്ന് ഒരു കോർപ്പറേഷൻ, ഒരു ബിസിനസ് കോർപ്പറേഷൻ എന്ന തലത്തിലേക്ക് അവരെത്തിയപ്പോൾ ഒരു ലോങ് ടേം ഗോൾ വെച്ചിട്ടുള്ളത് എന്താണെന്നറിയാം. ഇപ്പം എന്തൊക്കെ ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആശീർവാദ്, വിപല്, ക്ലാസ്മേറ്റ്സ്, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ITC നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സൺഫീസ്റ്റ് എല്ലാം ITCയുടെയാണ്. പക്ഷെ ഇപ്പോഴും അവരുടെ മേജർ ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, ടൊബാക്കോ കച്ചവടം തന്നെയാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം ഒരു ലോങ് ടേമിൽ ഇപ്പോൾ 2050 ആകുമ്പോഴോ എന്ത് ചെയ്യണം, ഇപ്പോൾ ടൊബാക്കോയുടെ ഇപ്പോൾ ഒരു 80% ടൊബാക്കോ, 20% മറ്റേ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാക്കി എടുക്കണം എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. കാര്യം അവർക്കറിയാം ഇപ്പോൾ തന്നെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ടൊബാക്കോയുടെ റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്തിട്ട് വരും വർഷങ്ങളിൽ എന്ത് സംഭവിക്കാം, ടൊബാക്കോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അവരുടെ ബിസിനസ് ഇല്ലാതായി പോകും. അതുകൊണ്ട് പയ്യെ ഗ്രാജുവലി അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ലോങ് ടേം ഗോൾ വെച്ചിട്ടുണ്ട്. 2050 ആകുമ്പോൾ ITC എന്ന് പറയുന്ന പേരിൽ മാത്രമേ ടൊബാക്കോ കാണാവൂ. നമ്മുടെ ബിസിനസ് എന്തായിരിക്കണം, ഈ പറഞ്ഞ പോലെ സൺഫീസ്റ്റ്, ക്ലാസ്മേറ്റ് പോലുള്ള സാധനങ്ങളിലായിരിക്കണം നമ്മുടെ ബിസിനസ് നിൽക്കേണ്ടതെന്നൊരു ഗോൾ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിനെ വെച്ചിട്ടാണ് അവർ പ്ലാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കണ്ടെത്തണം, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണം, അവിടുത്തെ കുറയ്ക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഉദ്ദേശം മനസ്സിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഉദ്ദേശം നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റിൻ്റെ അകത്തുള്ള ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ വളരെ കോമൺ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വിഷൻ ആൻഡ് മിഷൻ. അതിൻ്റെ വ്യത്യാസം എന്താണ്, പ്രത്യേകതകൾ എന്താണെന്ന് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നോക്കാം, എന്താണ് വിഷൻ, എന്താണ് മിഷൻ. ഇപ്പോൾ നിലവിൽ ITC എന്താണ് ചെയ്യുന്നത്, അതാണ് അവരുടെ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാണോ നിലനിൽക്കുന്നത്, അതാണ് അവരുടെ മിഷൻ. 2050 ആകുമ്പോൾ ടൊബാക്കോ വിട്ട് വേറൊരു ബിസിനസ്സിലേക്ക് എത്തണമെന്ന് പറഞ്ഞില്ലേ, അതാണ് അവരുടെ വിഷൻ. അപ്പോൾ ലോങ് ടേം ഗോളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമുക്ക് എവിടെയാണോ ചെന്നെത്തേണ്ടത് ആ ഒരു ഗോളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വിഷൻ എന്ന് വിളിക്കുന്നത്. മിഷൻ എന്ന് പറയുന്നത് വാട്ട് വി ഹാവ് ടു ഡു റൈറ്റ് നൗ. ഇതാണ് ഒരു ബന്ധം എന്ന് പറയുന്നത്. നമ്മളൊരു ലോങ് ടേം ഗോൾ, ഇപ്പം ITC ഉദാഹരണം വെച്ച് പറഞ്ഞുമാണ് 2050 ആകുമ്പോൾ ടൊബാക്കോ അല്ലാത്ത കച്ചവടങ്ങളിൽ നിന്ന് ഇപ്പം നിലവിലുള്ള അതേ വരുമാനം നമ്മൾ, അല്ലെങ്കിൽ അതിനേക്കാൾ വരുമാനം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളൊരു എയിമാണ് അവരുടെ വിഷൻ. അതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കോർ വാല്യൂസ് അവർ സെറ്റ് ചെയ്യും. നമ്മൾ ടൊബാക്കോ ഫ്രീ നേഷന് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് പോകണം, ആൾക്കാർക്ക് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിക്ക് പോകണം. അതൊക്കെയാണ് അവരുടെ വാല്യൂസ് എന്ന് അവർ തിരിച്ചറിയുന്നു. അതിനവർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള മിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ ഇപ്പോൾ ചെയ്യണം, മറ്റുള്ള ബിസിനസ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം, പിന്നെ എന്താ പറയുക, ടൊബാക്കോയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറച്ച് കാണും. ഇതൊക്കെ അവരെന്തായിട്ട് സെറ്റ് ചെയ്യും, മിഷനായിട്ട് സെറ്റ് ചെയ്യും. അവർ പാത്താണ്, സഞ്ചരിക്കുന്ന പാത്താണ്. അതിന് പിന്നെയും ചെറുതാക്കി ഓരോ ചെറിയ യൂണിറ്റ് ഓഫ് ബിസിനസ്സിൻ്റെ ഓരോ ചെറിയ യൂണിറ്റ് കൊടുക്കും, ഓരോരോ ഗോളുകൾ കൊടുക്കും. നിങ്ങൾ ഇത്ര അച്ചീവ് ചെയ്യുക, ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ കൊണ്ടുവരിക, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സാധനത്തിലേക്ക് പയ്യെ ചെന്നെത്താൻ പറ്റും എന്നുള്ളത് ഓരോ ചെറിയ ബിസിനസ് യൂണിറ്റിലേക്കും ഗോളുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം കൂടെ പറയുന്ന രീതിയിലേക്ക് എന്ത് വരുന്നത്, നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്ന പ്ലാൻ വരുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നാലേച്ച മനസ്സിലാവുന്നുള്ളൂ. ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ ഈ മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇമേജ് എന്തായാലും മനസ്സിലുണ്ടാവട്ടെ. പിന്നെ തൊട്ട് താഴെ എന്താണ് വിഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു 15 വർഷം കണ്ട ഒരു ലോങ് ടേം കോൺസെപ്റ്റാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും മേജർ സാധനം എന്താ ഇവിടെ എത്തേണ്ടതെന്നുള്ളതാണ്. ഒന്ന് വായിച്ചു നോക്കാം. എഴുതാനുള്ള ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എഴുതാനുള്ളവർ ബട്ടിൽ അറ്റുമെങ്കിൽ വായിച്ചു നോക്കാം. അതുപോലെ തന്നെ മിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ദ ആൻസർ വൈ ദ ഓർഗനൈസേഷൻ ഇൻ എക്സിസ്റ്റൻസ്. അപ്പോൾ ഇത് ഫ്യൂച്ചറല്ല മിഷൻ പറയുന്നത്, നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരുന്നതാണ് മിഷൻ എന്ന് പറയുന്നത്.
പിന്നെ ഈ മിഷൻ സ്റ്റേറ്റ്മെൻറ്റും വിഷൻ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കാണും. ഒന്നുമില്ല, ഈ എന്താണ് മിഷൻ എന്നുള്ളതിനെ എന്താണ് വിഷൻ എന്നുള്ളത് ഒരൊറ്റ സെൻറ്റൻസിൽ 1-2 സെൻറ്റൻസിൽ പറയാമെന്നുള്ളതാണ്. നിങ്ങൾ ഒട്ടുമിക്ക നല്ല കമ്പനികളുടെ വെബ്സൈറ്റ് കയറി നോക്കി അവരുടെ മിഷൻ എന്താണ് വിഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണത് പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ്, പ്രൊഡക്റ്റ്, പ്രോസസ്സ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടേ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ മിഷൻ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീണ്ടും ITCയിലേക്ക് പോകുന്നു. ഇപ്പോൾ അവരുടെ മിഷൻ അവർ പറയുന്നത് ടൊബാക്കോ സെല്ലിംഗ് കമ്പനിയിലെ ഏറ്റവും കൂടുതൽ സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയായി മാറണം. അതാണ് നമ്മുടെ മിഷൻ. ഒരു വിഷൻ പറയുന്നതോ ടൊബാക്കോ മാർക്കറ്റ് വിട്ടിട്ട് പിന്നെ മറ്റുള്ള പ്രൊഡക്റ്റുകളിൽ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കി ഇന്ത്യയിൽ ഒരു ടൊബാക്കോ ഫ്രീ കൺട്രി ആക്കി മാറ്റണം 2050 ആക്കുമ്പോൾ. മനസ്സിലായല്ലേ? അപ്പോൾ മിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ പറയുന്നു. മറ്റത് ഈ പറഞ്ഞ പോലെ വിഷൻ തന്നെയാണ്. ഓക്കെ, അതൊക്കെ ലോങ് ടേം തന്നെയാണ് പറയുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറയുമ്പോൾ ക്ലാരിറ്റി വേണം, അച്ചീവബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം എന്നുള്ള സാധനമുണ്ട്. ഓക്കെ, ഒരുപാടാണ് ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പിസ്റ്റൽ അനാലിസിസ്. ഓക്കെ, പേര് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റൽ അനാലിസിസ് ആണ്. അതായത് നമ്മുടെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും എന്നാൽ ബിസിനസ്സിനെ ബാധിക്കുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അവർ നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് ഈ പിസ്റ്റൽ അനാലിസിസിൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തൊക്കെയാണ് മേജർ ഫാക്ടേഴ്സ് എന്നൊന്നും ഒരാൾ കാറ്റഗറൈസ് ചെയ്ത് തന്നാണ് ഈ പിസ്റ്റൽ എന്നുള്ള പേര്. ഷോർട്ട് ഫോമാണ്. പേര് പറയുന്ന പോലെ P for പൊളിറ്റിക്കൽ. നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ നിൽക്കുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മളെ ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. നമ്മുടെ ബിസിനസ്സിനെ ഉറപ്പായിട്ടും ബാധിക്കും. ഇന്ന് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇന്ന പാർട്ടി പറഞ്ഞൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഒരു പൗരൻ്റെ നിലയ്ക്ക് വോട്ടിടാൻ പറ്റുമെന്നല്ലാതെ ഇന്ന പാർട്ടിയുടെ റൂളിങ്ങിന് വരണം, അവരായിരിക്കും നമുക്ക് ഫേവറബിളായിട്ട് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടി നിലവിൽ വരുമ്പോഴും അവർക്ക് ബിസിനസ്സിനോടുള്ള അപ്രോച്ച് ഡിഫറൻ്റ് ആയിരിക്കാം. അതനുസരിച്ച് എന്ത് വേണം, നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫ്രണ്ട്ലിനെസ്സിൽ ബാധിക്കാം. പിന്നെ എക്കണോമിക്കൽ കണ്ടീഷൻ, സാമ്പത്തിക സ്ഥിതി നല്ലതുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞ രാജ്യത്ത് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? അപ്പോൾ ആ ചേഞ്ചസ് നമ്മൾ ബാധിക്കാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്. പെട്ടെന്നൊരു വിലക്കയറ്റം വന്നാൽ നമ്മളെ പ്രൊഡക്റ്റിൽ അതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, നമ്മുടെ സൊസൈറ്റിയിലുള്ളൊരു മാറ്റങ്ങൾ. ഓക്കെ, സൊസൈറ്റി കൂടുതൽ വെസ്റ്റേൺ കൾച്ചറിലേക്ക് നീങ്ങുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തേ പറ്റും, നമ്മൾ ആ ഒരു രീതിക്ക് നമ്മുടെ ബിസിനസ്സിനെ മോഡിഫൈ ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ഇപ്പോൾ ഏറ്റവും വലിയ സംഭവം AI ആണല്ലോ. AI വന്നു, എല്ലാവരും AI വെച്ച് എന്ത് ചെയ്യുന്നു, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ AI വരണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മളെ കൺട്രോളിലുള്ള കാര്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിങ്ങനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, നമുക്ക് എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താൻ നോക്കാം. ഇപ്പോൾ ലീഗൽ ഫാക്ടേഴ്സ്, ഇപ്പോൾ ITCയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകൾക്ക് വലിയൊരു തിരിച്ചടി നേടിയത് കവറിൻ്റെ 60% എന്തോ ഈ ടൊബാക്കോ ക്യാൻസർ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കണം. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു, വലിയൊരു ഇടിവുണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇടിവുണ്ടായി. അപ്പോൾ അവർ അവിടെയാണ് അവർ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം വരും വർഷങ്ങളിൽ 60-100 ആവും നമ്മുടെ പ്രൊഡക്ഷൻ സ്ട്രീം വരാം എന്നൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങി. ഇവിടെ നിന്നാണ് ഈ ഒരു ലോ വന്നപ്പോഴാണ്. അപ്പോൾ അവർക്ക് എന്താണ്, ഈ ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധനത്തിന് എന്ത് ചെയ്യും, എങ്ങനെ നമ്മളതിനെ പിന്നെ മറുപടി കൊടുക്കാം എന്നുള്ളത് അവർ ചിന്തിക്കും. അതുപോലെ തന്നെ നമ്മൾ എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് ഫേവറബിൾ ആണോ, നമുക്ക് ഫേവറബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മളെ കൺട്രോളിലല്ല, എന്നാൽ നമ്മളെ ബാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മളെ കൺട്രോളിലല്ലാത്തത് നമ്മളെ ബാധിക്കുന്നതായ കുറച്ച് ഫാക്ടേഴ്സ്, അത് നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക, അതിന് നമുക്ക് എന്ത് പോകുമ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. ഇങ്ങനൊരു സംഭവം നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഒരു കാഴ്ചപ്പാടി പറയാം. നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജി, ഒരു പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നൊരു ആംഗിളിലാണ് ഈ അനാലിസിസ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്നാൽ നമ്മൾ ബാധിക്കുന്നയാളുടെ ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യുന്നതാണ് പിസ്റ്റൽ അനാലിസിസ്. മനസ്സിലുണ്ടാവട്ടെ, ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് ഈ കോമ്പറ്റീറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ബിസിനസ്സിന് എവിടെ നിന്നൊക്കെ കോമ്പറ്റീഷൻ വരാം അതിനെക്കുറിച്ചൊരു പഠനമുണ്ട്. കോമ്പറ്റീഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം നമ്മൾ മാർക്കറ്റിൽ രാജാവെന്നൊരു തിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് മുമ്പേ വന്നവർ കാണാം, നമുക്ക് ശേഷം വരാൻ എല്ലാവിധ തയ്യാറെടുപ്പ് നിൽക്കുന്നവർ കാണാം. ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് നമ്മൾ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയതുപോലെ നമ്മുടെ
കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ എങ്ങനെ ബാധിക്കും, ആരൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, അവർ നമ്മൾ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ടെസ്റ്റിൽ പറഞ്ഞെന്ന പോലെ നമ്മുടെ പോട്ടറുണ്ട്, മിഷേൽ പോട്ടറാണ് മൈക്കിൾ പോട്ടർ തന്നെ വിശ്വസിക്കും. പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളെ ബിസിനസ്സിന് കോമ്പറ്റീഷൻ തരുന്ന 5 മെയിൻ ഫോഴ്സസ് ഉണ്ട്. അതാണ് പോട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, 5 ഫോഴ്സ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യുന്ന കോമ്പറ്റീഷൻ തരുന്ന മേജറായിട്ടുള്ള 5 ഫോഴ്സസ് ഉണ്ട്. അത് മനസ്സിലാക്കി അവരെ നമ്മൾ എങ്ങനെ മറികടക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് കണ്ടെത്താം, നമ്മുടെ USP യുണീക്ക് സെല്ലിംഗ് പോയിന്റ് കണ്ടെത്താം. അതായത് നമുക്ക് ഈ പറഞ്ഞ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നിട്ടും നമ്മളെങ്ങനെയാണ് അവിടെ സെയിൽസ് കണ്ടെത്തുന്നത്, എങ്ങനെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന്. ആദ്യം പറയുന്നു റൈവലറി എമംഗ് കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി. അതായത് നമ്മുടെ ഒരു ഇൻഡസ്ട്രി ചെന്ന് കയറാൻ പോകുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ, അവരെ നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സാണ്, നമ്മൾ അവരെ പഠിക്കുക. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പൊട്ടൻഷ്യൽ എൻട്രൻസ്. ഈ മാർക്കറ്റിലേക്ക് വന്നു കയറാൻ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെയാണ്. ഒരുവിധം ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറിയായിരിക്കും ആരൊക്കെ ഇനി പുതുതായിട്ട് വരാൻ വേണ്ടി നിൽക്കുന്നു, ആരൊക്കെ പുതിയ കൺസ്ട്രക്ഷൻസ് നടത്തുന്നു, അവരാരൊക്കെ. ഇത് രണ്ടും മനസ്സിലാക്കുന്നത് എന്തിനാണ്, നമ്മളെങ്ങനെ അവരെ മേൽ നമ്മൾ പ്രൊഡക്റ്റിനെ കൊണ്ട് പ്ലേസ് ചെയ്യും എന്നുള്ള സാധനമാണ്. ഓക്കെ, പിന്നെ മൂന്നാമതൊരു കാര്യം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ്. നമ്മളൊരു ചായപ്പൊടി വയ്ക്കാൻ പോകുമ്പോൾ കോഫി വയ്ക്കുന്ന ആൾ നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ രണ്ടും എന്താണ്, ബിവറേജാണ്. ചായയുടെ വില കൂടുതലെന്ന് തോന്നിയാൽ ആൾക്കാർ കോഫിയിലേക്ക് സ്വിച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തറിയണം, നമ്മളെക്കാൾ ചീപ്പ് പ്രൊഡക്റ്റ് ഒരാൾ വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ അത് പകരം വയ്ക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് ഒരാൾ വിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ട്, നമുക്ക് ഒരു ചലഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും, മനസ്സിലായല്ലേ. പിന്നെ പറയുന്ന ബാർഗെയിനിങ് പവറാണ്. സപ്ലയറുടെ ബാർഗെയിനിങ് പവർ, ബയ്യറിൻ്റെ ബാർഗെയിനിങ് പവർ. ഈ സപ്ലയർ എന്ന് പറയുന്ന ആൾ നമുക്ക് ഇപ്പോൾ നമ്മളിതാണ്, ഓക്കെ, നമ്മുടെ ബയ്യേഴ്സ് ഇതാണ്, സപ്ലൈസ് ആണ്. കാര്യം നമുക്ക് മുമ്പ് നിൽക്കുന്നവരാണ് സപ്ലൈസ്, കാര്യം ബയ്യേഴ്സ് അറിയുന്നില്ല. നമുക്ക് ശേഷം നിൽക്കുന്നവരാണ് ബയ്യേഴ്സ്. ഈ രണ്ടുപേരുടെയും ബാർഗെയിനിങ് പവർ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലേ, നമ്മുടെ കോമ്പറ്റീഷനെ ബാധിക്കുന്ന കാര്യമാണ്. കാര്യം ഈ സപ്ലൈസിന് അത്യാവശ്യം ബാർഗെയിനിങ് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ വില കുറച്ചെടുക്കാൻ പറ്റത്തില്ല അവരുടെ സാധനങ്ങൾ. അത് നമ്മുടെ പ്രൊഡക്റ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതേസമയം ബയ്യേഴ്സിന് നല്ല ബാർഗെയിനിങ് പവർ ഉണ്ടെങ്കിലോ നമുക്കും അവരുടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ എതിരാളിയെ കണ്ടതുപോലെ തന്നെയാണ് ഇവരുടെ ബാർഗെയിനിങ് പവറിനെയും കാണേണ്ടത്. നമ്മുടെ സപ്ലൈസ് നമ്മളൊരു പ്രോഫിറ്റ് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ പുറത്ത് ഒരു എക്സ്ട്രാ ആഡ് ചെയ്ത് സൂപ്പർ പ്രോഫിറ്റ് വിചാരിച്ചിട്ടുണ്ടാവും. ഈ സൂപ്പർ പ്രോഫിറ്റ് മാക്സിമം നേടിയെടുക്കുക എന്നുള്ളതാണ് കളി. കാര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസുകൾ കയറി വരും. ആ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് നമ്മൾ കവർ ചെയ്യുന്ന എന്ത് വെച്ചിട്ടായിരിക്കും, ഈ സൂപ്പർ പ്രോഫിറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ സൂപ്പർ പ്രോഫിറ്റിനെ ആരില്ലാതാക്കുന്നുണ്ട്, ഈ ബാർഗെയിൻ ചെയ്യാൻ പവറുള്ള സപ്ലയർ ബയ്യറും ഇല്ലാതാക്കുന്നുണ്ട്. ഈ സൂപ്പർ പവർ കുറഞ്ഞു പോവുകയും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇതേപോലെ ഇവരൊന്ന് ഇത്ര രൂപയ്ക്ക് എടുക്കുമെന്ന് പറഞ്ഞ അവസാനം നമ്മൾ ഗതിയില്ലാതെ ആ പ്രോഫിറ്റ് മാത്രം, ചെറിയൊരു പ്രോഫിറ്റ് നമ്മൾ വിചാരിച്ചു അത് മാത്രം വാങ്ങിച്ചുകൊണ്ട് സാധനം കൊടുക്കുകയും ചെയ്തിട്ടിരുന്നാൽ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ അബ്നോർമലായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്ന എക്സ്പെൻസുകൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മീറ്റ് ചെയ്യേണ്ടി വരും. വിചാരിച്ച പോലെ പ്രോഫിറ്റ് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ്സിനെ ബാധിക്കുന്നത് എന്നാര് പറയുന്നു, മിഷേൽ പോട്ടർ അല്ലെങ്കിൽ മൈക്കിൾ പോട്ടർ പറയുന്ന കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 ഫോഴ്സ് മോഡൽ ഓഫ് മൈക്കിൾ പോട്ടർ. ഓക്കെ, ഇത് ഷോർട്ട് നോട്ട് ചെയ്യാൻ ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുള്ള, ഒരുപാട് റിപ്പീറ്റഡ് അല്ല, ചോദിച്ച് കണ്ടിട്ടുള്ള റിസോഴ്സ് ബേസ്ഡ് വ്യൂ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് അനാലിസിസ് ചെയ്യുമ്പോൾ, അതായത് ഇൻറ്റേർണൽ കോമ്പറ്റീറ്റീവ്നെസ് എന്താ പറയുക, നമുക്ക് ബിസിനസ്സിന് മറ്റുള്ള ബിസിനസ്സിനേക്കാൾ മുന്നിലെത്താൻ നമ്മളെ സഹായിക്കുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് തന്നെയാണ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിനാണ് റിസോഴ്സ് ബേസ്ഡ് വ്യൂ എന്ന് പറയുന്നത്. വലിയ സാധനങ്ങളൊന്നുമില്ല, അത്ര എന്താ പറയുക, സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള സാധനമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ ഒരു 3ആയിട്ട് പറയുന്ന അസറ്റ് എന്നും കേപ്പബിലിറ്റീസ് എന്നും കോമ്പറ്റൻസീസ് എന്നും ഇങ്ങനെയാണ് എന്താ പറയുന്ന ഒരു ക്ലാസിഫൈ ചെയ്ത് പറയുന്നത്. അസറ്റ് നമ്മൾ പറയുന്ന പോലെ ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ അസറ്റ്. കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് അസറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, അസറ്റ് യൂട്ടിലൈസ് ചെയ്യാനുള്ള കഴിവ് വേണം. ആ ഒരു ടാലൻറ്റിനെയാണ് കേപ്പബിലിറ്റി ഉദ്ദേശിക്കുന്നത്. കോമ്പറ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എപ്പോഴും നമ്മുടെ ബിസിനസ്സിനെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാൻ സഹായിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇവർ പറയുന്നത് ഇൻറ്റേർണലി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണലി നമുക്ക് എപ്പോഴും നല്ല അസറ്റുകൾ, അത് ഉപയോഗിക്കാനുള്ള കേപ്പബിലിറ്റി,
നമുക്കൊരു കോമ്പീറ്റൻസി 3 സാധനങ്ങൾ ഉണ്ടാവണമെന്നാണ് റിസോഴ്സ് ബേസ്ഡ് വ്യൂ പറയുന്നത്. പിന്നെ സ്ഥിരം ചോദിച്ച് കാണുന്ന ഒരു സാധനമാണ് ദ വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ മിഷേൽ ദയവായി വരുന്നത് മൈക്കൽ പോർട്ടർ പറഞ്ഞാണ്. പുള്ളി പറയുന്നത് ഇവിടെ നമ്മൾ വീണ്ടും നോക്കുന്നത് ഇൻറ്റേർണൽ അനാലിസിസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ബിസിനസ് നല്ലപോലെ പോകണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? എക്സ്റ്റേർണൽ എലിമെൻറ്റ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കുന്ന പോലെ ഇൻറ്റേർണൽ കാര്യം നമ്മൾ നോക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേർണലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പോർട്ടർ പറയുന്നത് 2 ആയിട്ട് തിരിക്കണമെന്നാണ്. നമ്മുടെ ഹോൾ സിസ്റ്റത്തിനെ 2 ആയിട്ട് തിരിക്കുക. ഒന്ന് പ്രൈമറി ആക്ടിവിറ്റി, മറ്റതെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി. അങ്ങനെ തിരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അനാലിസിസ് നടത്താൻ. അപ്പോൾ പുള്ളി പറയുന്നത് ഇങ്ങനെ ഒരു വാല്യൂ ചെയിൻ ഉണ്ടോ നമ്മുടെ കയ്യിൽ. എന്താ വാല്യൂ ചെയിൻ ഉദ്ദേശിക്കുന്നത്? ആ ചെയിൻ്റെ അകത്തൂടെ നമ്മളെ പ്രൊഡക്റ്റ് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന് വാല്യൂ അഡീഷൻ സംഭവിക്കുന്നു. അതിൽ ഓരോ യൂണിറ്റും ഇൻഡിവിജ്വലായിട്ട് കണ്ടെത്തി എന്ത് ചെയ്യുക, എന്ത് ചേഞ്ച് വരുത്തണം, അവിടെ നമ്മൾ എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ പുള്ളി പറയുന്ന ചെയിൻ ഇങ്ങനെയാണ്. ആദ്യം ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, അതായത് പുറത്തു നിന്ന് വേണ്ട മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തേക്ക് എത്തിക്കുന്ന ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ആ ഒരു കൊണ്ടുവരുന്ന ആ ഒരു പ്രൊക്യൂർമെൻറ്റ് പ്രൊസീജിയറാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഓപ്പറേഷൻസ് ഉണ്ട്, അതായത് നമ്മൾ കൊണ്ടുവന്ന റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റാക്കി മാറ്റുന്നു. പിന്നെ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്, ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ സെയിൽ സർവീസൊക്കെയാണ്. ഇപ്പോൾ പുള്ളി പറയുന്നത് ബേസിക്കലി ഇൻറ്റേർണലി നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു പ്രൊഡക്റ്റിന് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത്ര നല്ലതുപോലെയാണ് പെർഫോം ചെയ്യുന്നത്, നമുക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവാൻ എവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്തൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഓരോ ഏരിയ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ വാല്യൂ ചെയിൻ്റെ ഓരോ ഏരിയ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങനൊരു പാറ്റേൺ നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് ഇതിനല്ലാതെ ഈ പറഞ്ഞ പ്രൈമറി ആക്ടിവിറ്റീസ് നമ്മൾ ഒരു വാല്യൂ ചെയിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ അത് പ്രോപ്പറാണോ, പ്രൊക്യൂർമെൻറ്റിൻ്റെ രീതി പ്രോപ്പറാണോ, ടെക്നോളജി പ്രോപ്പറാണോ, HRM പ്രോപ്പറാണോ, പ്രോഫിറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് കണക്കാക്കുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വലായിട്ട് അനാലിസിസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും, ആ ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിൻ്റെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം നമുക്കറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പുള്ളി നമ്മുടെ വാല്യൂ ചെയിൻ പറഞ്ഞു തന്നതും 2 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് വായിച്ച് നോക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള വേറൊരു സാധനമാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ്. വളരെ കുറച്ചേ പറയുന്നുള്ളൂ, നമുക്ക് എന്നാൽ കുറേ കഥ എഴുതാനുള്ള വകുപ്പുണ്ട്. ഇവിടെ വീണ്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻറ്റേർണൽ അനാലിസിസ്, നമ്മളൊരു ബിസിനസ്സിനെ ഇൻറ്റേർണലി എന്ത് ചെയ്യണം, അനാലിസിസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മേജർ ഫാക്ടർ കാണണം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം എന്നുള്ളതിനെ 4 കാര്യങ്ങളാണ് ആര് പറയുന്നത്, ഈ ബാലൻസ്ഡ് സ്കോർ കാർഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ, ഗ്രോത്ത് ഉണ്ടോ, ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ കസ്റ്റമേഴ്സ്, അവരുടെ റെസ്പോൺസ് എന്താണ്, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്താണ്, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ ഓപ്പറേഷൻ, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് എന്ത് സമയം എടുക്കുന്നു, പ്രോപ്പറായിട്ടാണോ പോകുന്നത്, ഡിമാൻഡ് മാനേജ് ചെയ്യുന്നു, ഓർഡർ ടൈമിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ ഓർഗനൈസേഷൻ നോക്കുമ്പോൾ നമ്മുടെ ലീഡർഷിപ്പ് നല്ലതാണോ, ഓർഗനൈസേഷൻ ലേണിംഗ് അതിനുള്ള സ്കോപ്പ് ഉണ്ടോ, ചേഞ്ചിനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് അവർ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം, കൺസിഡർ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ്. അപ്പോൾ ബാലൻസ്ഡ് സ്കോർ കാർഡിന് എന്തുണ്ട്, 4 ആസ്പെക്റ്റുകളുണ്ട്. മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ ഒരു ഇമേജ് മനസ്സിലുണ്ടാവണം. FCOO, D ആണെങ്കിൽ ഫുഡ് എന്നെങ്കിലും പറയുന്നത് മനസ്സിൽ ഓർമ്മിച്ച് വെച്ചേക്കും. ഓക്കെ, FCOO എന്നുള്ള ഈ 4 സാധനങ്ങൾ ബാലൻസ്ഡ് സ്കോർ കാർഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ചോയ്സ് കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ. ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് ചോയ്സ് കണ്ടിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ബിസിനസ് സ്ട്രാറ്റജിനെ കുറിച്ച് കുറേ ഉണ്ടായിരുന്നു, ഞാനത് സ്കിപ്പ് ചെയ്തു. ഒരുപാട് ചോയ്സ് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. പറ്റുന്ന പോലെ വായിക്കാം, അങ്ങനെ നമുക്ക് എല്ലാം പഠിക്കാനൊന്നും അവസരം പറ്റുന്നുണ്ട്. വെറീഡ് ആവാതെ പറ്റുന്ന പോലെ വായിക്കാം. അപ്പോൾ ഈ കോർപ്പറേറ്റ് സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞ പോലെ ഓവറോൾ ബിസിനസ്സിനെ ബാധിക്കുന്ന ഹൈ ലെവൽ സ്ട്രാറ്റജീസാണ്. അപ്പോൾ ഈ പ്ലാനുകളെ ബേസിക്കായിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈപ്സ് ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്, ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആദ്യത്തേത് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി, അതായത് ഇപ്പം നിലവിൽ നമ്മൾ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത് അതങ്ങനെ പോട്ടെ, ഒരു മാറ്റം വരുത്തണ്ട. മറ്റേതെന്താണ്, എക്സ്പാൻഡ് ചെയ്യണം, നമുക്കൊരു ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്നു. മൂന്നാമത്തത് റിട്ടേൺസ്മെൻറ്റ്, ഗ്രോത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ കുറയ്ക്കുന്നു.
കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചേർന്നിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പറയുന്ന ടൈപ്പ് പറയുന്നതിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വീണ്ടും ITC എന്ന് പറയുന്ന കമ്പനി അവർ ഈ പറഞ്ഞ പോലെ ആശീർവാദിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ വിവലിൽ എന്ത് ചെയ്യണം എന്ന് ഇൻഡിവിജ്വലായിട്ട് ഓരോരോ ബിസിനസ് സ്ട്രാറ്റജി കാണാം. പക്ഷേ ITC ആസ് എ ഹോൾ നോക്കിയപ്പോൾ അവരെന്ത് തീരുമാനിച്ചു? വിൽസ് എന്ന് പറയുന്ന അവരുടെ മേജർ പ്രൊഡക്ഷൻ കമ്പനിയുടെ എന്ത് കുറയ്ക്കണം? ഗ്രോത്ത് കുറയ്ക്കണം. കാര്യം ഭാവിയിൽ ലീഗലി അതിന് മേലൊരു പ്രശ്നം ഉണ്ടാവും. അതിന് ഗ്രോത്ത് കുറയ്ക്കണം, മറ്റുള്ള കമ്പനികളിലെ ഗ്രോത്ത് കൂട്ടണം. അപ്പോൾ അവരെന്ത് കോമ്പിനേഷൻ എടുത്തു? റിട്രൻച്ച്മെൻറ്റ് എവിടെ എടുത്തു? മറ്റേ വിൽസ് എന്ന് പറയുന്ന കമ്പനിയിൽ എടുത്തു. ഗ്രോത്ത് സ്ട്രാറ്റജി ബാക്കിയുള്ളതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ്. ഏറ്റവും ടോപ്പിലൊരു സ്ട്രാറ്റജിയാണ്. ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. സമയമുണ്ടെങ്കിൽ താഴോട്ടുള്ളതുകളൊന്ന് വായിച്ചു നോക്കാം. പിന്നെ ചോദിച്ച് കണ്ടിട്ടുള്ള സാധനമാണ് കോർപ്പറേറ്റ് ഗവേണൻസും അതിൻ്റെ മോഡൽസും. എന്താണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് ചോദിച്ചാൽ, ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് വിച്ച് ഈസ് അക്സെപ്റ്റബിൾ ഫോർ ഓൾ. അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ബിസിനസ്സിനെ എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം അല്ലേ? പറഞ്ഞാൽ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടോ, അല്ലെങ്കിൽ എന്താ വേറെ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം ഒട്ടും നോക്കാതെ നമുക്ക് വേണമെങ്കിൽ എന്ത് ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അതിൻ്റെയൊക്കെ പല പാർശ്വഫലങ്ങളും നമ്മൾ പിന്നീട് കണ്ടായിരുന്നു. ഒരു ഉദാഹരണമാണ് പലരും പറയുന്നത് ഈ സഹാറ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ സത്യം കമ്പ്യൂട്ടേഴ്സൊക്കെ വലിയൊരു ഇമേജ് ബിൽഡ് ചെയ്തെടുത്തു, ഒരുപാട് വലിയ ബിസിനസ് ചെയ്തു, അവർ അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കി. പക്ഷെ അവരെന്താ ചെയ്തത്? കുറേ അക്കൗണ്ടിങ് തിരിമറികൾ കാണിച്ച് കള്ളപ്പണം ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പരിപാടി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചിന്ത നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിനെ എല്ലാവർക്കും അംഗീകരിക്കുന്ന രീതിയിൽ, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ പബ്ലിക്കിനായിക്കോട്ടെ ആർക്കാണെന്നല്ല എല്ലാവർക്കും അംഗീകരിക്കുന്ന രീതിയിൽ എന്താവണം? മാനേജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരണം എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന പില്ലേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഏറ്റവും ആദ്യം അക്കൗണ്ടബിലിറ്റി. അതായത് എന്താണ്? ചോദ്യം ചോദിച്ചാൽ കൃത്യമായി ന്യായമായ ഉത്തരം കൊടുക്കാനുള്ള കഴിവ് ബിസിനസ്സിനുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടായി, പക്ഷേ നിങ്ങൾ ഇത്ര രൂപ മാറ്റി വെച്ചു, എന്തിനു വേണ്ടി? ആ ചോദ്യത്തിന് അവിടെ എന്തുണ്ടാവണം? പ്രോപ്പറായ ഉത്തരം ഉണ്ടായിരിക്കണം. ഉത്തരം ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, പബ്ലിക്ക് ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള മനസ്സും ബിസിനസ്സുകൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ പബ്ലിക്കിൽ പറഞ്ഞില്ലെങ്കിലും ആരെയാണോ അവരവരെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കണക്കാക്കുന്നത്, അവർ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കണം ബിസിനസ്സുകൾക്ക്. അതാണ് അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെയർനെസ് ഉണ്ടായിരിക്കണം, ചെയ്യുന്ന എല്ലാം ന്യായപരമായിരിക്കണം, ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. നമുക്ക് ഒരുവിധം പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടല്ലോ, അതെല്ലാം നമ്മളിവിടെ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തേ പറ്റത്തുള്ളൂ. പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളും പബ്ലിക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പബ്ലിക്കിനെ അറിയിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പലപ്പോഴും കാരുണ്യ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ പറയാമെങ്കിലും ഇൻ ബ്രോഡ് സെൻസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എങ്ങനെയാണ്? അവരുടെ ഇമ്മീഡിയറ്റ് സൊസൈറ്റി ആയിട്ട് ആരൊക്കെ വരുന്നോ അവരുടെ ഇൻവെസ്റ്റേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി പോലും എന്താണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ, അല്ലേ? അവരുടെ സൊസൈറ്റിയിൽ വരുന്നവരാണ്, എൻവയോൺമെൻറ്റിൽ വരുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറാണെന്ന് ഉറപ്പാക്കേണ്ടത് എന്തിൻ്റെ ആവശ്യമാണ്? കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് ആവശ്യമുള്ള കാര്യമാണ്. അതൊന്ന് മനസ്സിലുണ്ടാവട്ടെ. ഇമ്പോർട്ടൻ്റ് ഇതെല്ലാം മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഇവിടെ 7 മോഡൽ പറയുന്നുണ്ട്. ഓരോ രാജ്യത്തിൽ എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് ഓരോന്ന് നോക്കിപ്പോൾ. ഏറ്റവും ആദ്യം പറയുന്നത് കനേഡിയൻ മോഡൽ എങ്ങനെയാണെന്ന് പറയുന്നത്. ഇവർ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, ബട്ട് ഞാൻ അല്ലാതെ നോക്കിയപ്പോൾ ഒരുപാട് കഥ പറയാനുണ്ട് അതിൻ്റെ അകത്ത്. ബേസിക്കലി അറിയേണ്ടത് കനേഡിയൻ്റെ മോഡൽ എന്ന് പറയുന്നത് കുറേ കാലം അവർ ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയൊക്കെ എന്തായിരുന്നു? കോളനി ആയിരുന്നു. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിൻ്റെ തൊണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലാതെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഡയറക്ടേഴ്സിന് തീരുമാനം എടുക്കാൻ ഒരുപാട് ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡലാണ് കനേഡിയൻ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ആംഗ്ലോ അമേരിക്കൻ മോഡൽ. അവിടെയും ഒരു സ്പെഷ്യാലിറ്റി പറയുന്നില്ല, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. ആക്യുറസി കൂട്ടണം, ട്രാൻസ്പാരൻസി കൂട്ടണം, പിന്നെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി, ഓഡിറ്റിംഗ്, ഇതൊക്കെ എല്ലായിടത്തും ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ പരിപാടി ഈ 7 മോഡലിൻ്റെ പേര് പഠിച്ച് വയ്ക്കുക, ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ള പേര് പഠിച്ച് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജനറലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എല്ലാത്തിനും ഏതെങ്കിലും അങ്ങനെ തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. നമുക്ക് നോക്കാം. എന്നാലും ജർമ്മൻ മോഡൽ എന്താണെന്ന് നോക്കാം. ജർമ്മൻ മോഡൽ പറഞ്ഞ് ഞാൻ എല്ലാം വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് കണ്ട ഒരു കാര്യം, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫർമേഷൻ ട്രാൻസ്പാരൻസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് ഡേറ്റയും അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കാര്യവും മറവിലിരുന്നല്ല നടക്കുന്നത്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണെന്നുള്ള സംഭവമാണ്. ഓക്കെ, ഇറ്റാലിയൻ മോഡലിലേക്ക് വരികയാണെങ്കിൽ എല്ലായിടത്തും പറഞ്ഞ കഥ തന്നെയാണ്. കുറേ കാലം ഫാമിലി ബിസിനസ്സുകൾ ഡോമിനേറ്റ് ചെയ്തിരുന്നു.
ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥ. അവിടെ നിന്ന് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ബാങ്കിൻ്റെതായി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് കൊളാപ്ഷൻ പോലത്തെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ എല്ലാവരും പലതും ചിന്തിച്ചു തുടങ്ങി. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ ആണോ ചിന്തിച്ചു തുടങ്ങി. അവിടെ നിന്നാണ് അവർ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെല്ലാം എന്താണ്, എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അവരുടെ റൈറ്റ് എന്താണ്, കോർപ്പറേറ്റ് ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് എന്താണ് തിരിച്ചറിവുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. ഓക്കെ, ഇനി ഫ്രാൻസിൻ്റെ മോഡൽ നോക്കാം. അവർ പറയുന്ന അവരുടെ സ്റ്റേറ്റ് ഒരു മേജർ ലെൻഡറായിട്ടും റിലീജിയൻ കൺട്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെയായിരുന്നു ബിസിനസ് നടന്നിട്ടിരുന്നത് ഫ്രാൻസിൽ. പിന്നെ എന്ത് ചെയ്തു, അവരുടെ ആ ഒരു ഔട്ട്ലുക്ക് മാറി തുടങ്ങി. ഇപ്പോൾ പയ്യെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതി വരുന്നുണ്ട്. ഇതാണ് ജാപ്പനീസ് മോഡലായിട്ട് പറയുന്നത്. അവിടെ എന്തുണ്ട്, സൂപ്പർവൈസറി ബോർഡുണ്ട്, പ്രസിഡൻ്റുണ്ട്, എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, കമ്പനി, ഓക്കെ, ഒരു മെയിൻ ബാങ്ക് കാണും, ആരൊക്കെ ആയിട്ട് റിലേഷൻ കാണും, പ്രസിഡൻ്റായിട്ടും കാണും, കമ്പനിയായിട്ടും കാണും. ഇതൊക്കെ ഏതാണ്ട് എല്ലായിടത്തുള്ള സംഭവം തന്നെയാണ്. കൃത്യമായിട്ട് ഈ പടമൊന്നും ആർക്കും പഠിക്കാൻ പറ്റത്തില്ല, സമയമില്ല. ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് പേര് അറിഞ്ഞേക്കാം. ഇന്ത്യയിൽ പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയാം എന്താണ്, സെബി ദ ക്ലോസ് 14 വളരെ ഇമ്പോർട്ടൻ്റ്, മുമ്പ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ക്ലോസ് 14 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ പെർഫോം ചെയ്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ സെബിയുടെ ക്ലോസ് 14 അകത്ത് എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ്. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു കമ്പനി പ്രവർത്തിക്കേണ്ടത്, എത്ര ഡയറക്ടർമാരുണ്ടായിരിക്കണം, എത്ര പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്, അങ്ങനെ കൃത്യം എന്ന് പറയുന്നുണ്ട്, എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ക്ലോസ് 14 അനുസരിച്ചാണ് ഇന്ത്യയുടെ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് മോഡൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ നരേഷ് ചന്ദ്ര പോലെ ആൾക്കാർ ഉണ്ട്. ഓക്കെ, കുമാർ മംഗളം പിള്ളയൊക്കെ അതൊക്കെ കോൺട്രിബ്യൂട്ടേഴ്സാണ്. അവരൊക്കെയാണ് ആ ഒരു സ്റ്റഡി നടത്തിയതും ആ ഒരു ബോർഡിനെ ഹെഡ് ചെയ്ത ആൾക്കാരൊക്കെ. ഓക്കെ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഗവർണൻസ് സ്ട്രാറ്റജി ഉൾപ്പെടെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. എന്നാൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ഇൻഡിവിജ്വലി ഞാൻ ഓരോന്നെടുത്ത് പറഞ്ഞില്ല, വെറുതെ സമയം കളഞ്ഞില്ല. പിന്നെ ഒരുപാട് പേരുടെ പേര് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഇന്ന ആളുടെ തിയറി എന്താണെന്നൊക്കെ. അതൊക്കെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങളെക്കൊണ്ട് കഴിയുമ്പോഴേക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, എന്താണ് സ്ട്രാറ്റജി, അതിൻ്റെ ലെവൽ എന്താണ്, ടൈപ്സ് എന്താണ്, സ്റ്റേജസ് എന്താണെന്ന് നമ്മൾ നോക്കി. മൈക്കിൾ പോർട്ടറിൻ്റെ മോഡൽ നോക്കി, പിന്നെ പെസ്റ്റൽ നോക്കി, കോർപ്പറേറ്റ് ഗവർണൻസ് ടൈപ്പ് നോക്കി, പിന്നെ ബാലൻസ്ഡ് സ്കോർ കാർഡ്, വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഒന്ന് നോക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം വളരെ കുറവാണ്, പറ്റുന്ന പോലെയൊക്കെ നോക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് GC പോകാനുള്ളത് നിസ്സാരമായിട്ട് കിട്ടും. അതുകൊണ്ട് എല്ലാം നോക്കാം. ഓക്കെ, താങ്ക് യു.